ഹായ്, നമസ്കാരം. 10ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പ്രിയദർശനം എന്ന കവിതയുടെ ആശയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 12 പദ്യങ്ങൾ, 12 ഖണ്ഡികയാണ് ഇതിലുള്ളത്. ഈ കവിതയെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നു. ധാരാളം പേർ അത് കണ്ടു. ഇപ്പോൾ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിൻ്റെ കഥ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ ഞാൻ പറഞ്ഞു, ഇതിലാകെ 12 പദ്യങ്ങളാണ്, 12 ഖണ്ഡികയാണ് ഉള്ളത്. അതിൽ 3 ഖണ്ഡിക നളിനി ദിവാകരനോട് പറയുന്ന പരിഭവമാണ്, അല്ലെങ്കിൽ കണ്ടുമുട്ടിയപ്പോഴുണ്ടായ ചില ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. ഒരു വല്ലാത്തൊരു കൗതുകം, ഒരു പാരവശ്യം ഒക്കെ ആ 3 ഖണ്ഡികയിലൂടെ വിശദീകരിക്കുന്നു. തുടർന്ന് കുമാരനാശാൻ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളാണ് 3 ഖണ്ഡികയിൽ. പിന്നെ വരുന്ന 6 ഖണ്ഡികയിൽ ദിവാകരൻ നളിനിയോട് പറയുന്ന മറുപടിയാണ്. ദിവാകരൻ്റെ മനസ്സ്, വ്യക്തിത്വം, അവൻ്റെ ഒരു നിശ്ചയദാർഢ്യമൊക്കെ നമുക്ക് ആ വരികളിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആശയം ഒന്ന് നോക്കാം. കവിത തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സംഭവം തുടങ്ങുന്നത് വിശദമായിട്ടുള്ള എല്ലാം ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞു. ഇനി കവിതയിലേക്ക് തന്നെ നേരിട്ട് കിടക്കുകയാണ്. കഷ്ടകാലമഖിലം കഴിഞ്ഞുകാദിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിക ഭവാൻ ഭവാനുപണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. കേണുവാണിവിടെ ഏകുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ. ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെയോർക്കുകിലും ഓർത്തിടായിലും. ഇത്രയാണ് നളിനിയുടെ സംഭാഷണം. പരീക്ഷയ്ക്ക് നളിനി ദിവാകരനോട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 3 ഖണ്ഡിക ചേർത്തുള്ള ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ആ 3 ഖണ്ഡിക ഒരുമിച്ച് ഞാൻ വായിച്ചത്, 3 പദ്യങ്ങൾ ഒരുമിച്ച് വായിച്ചത്. നോക്കാം. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ദൃഷ്ടനായിക ഭവാൻ ഭവാനുപണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ഇപ്പോൾ ദിവാകരനെ കണ്ടു, ഹിമാലയ സാനുപ്രദേശങ്ങളിൽ വച്ച് കണ്ടു. നളിനി ഓടി ദിവാകരൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറയുന്നു, ഇപ്പോൾ ദിവാകരൻ എങ്ങനെ നിൽക്കണം? ദിവാകരൻ ഈ ഓടി വരുന്നത് ആരാണെന്നൊന്നും മനസ്സിലായില്ല. ദിവാകരൻ എങ്ങനെ നോക്കി നിൽക്കുന്നു. നളിനി ഓടി വന്ന് നളിനി തിരിച്ചറിഞ്ഞു ദിവാകരനാണ് ഇത് എന്ന്. തൻ്റെ ബാല്യകാല സുഹൃത്തും തൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് പ്രണയം സമ്മാനിച്ച തൻ്റെ കാമുകനാണ്, താൻ കാമുക ഭാവത്തിൽ കണ്ട ആളാണ് ഈ സന്യാസിയായി, യുവയോഗിയായി, ഉത്ഫുല്ല ബാലരവി പോലെ ഈ ഹിമവൽ പ്രദേശത്ത് നിൽക്കുന്നത് എന്ന് നളിനിക്ക് മനസ്സിലായി. അവൾ ഓടി വന്ന് പറയുന്നു, വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ ഈ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നത്. കുമാരനാശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ രമ്യ ഭൂഭാഗ ഭംഗി നിറഞ്ഞ ആ പ്രദേശത്ത് സംഭവിക്കുന്നത് എന്നർത്ഥം. നോക്കാം. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ, എൻ്റെ കഷ്ടകാലമെല്ലാം, അഖിലം മുഴുവൻ എല്ലാം, എൻ്റെ കഷ്ടകാലമൊക്കെ തീർന്നു. ദിവാകരനെ കണ്ടപ്പോൾ തന്നെ തൻ്റെ കഷ്ടകാലം തീർന്നു എന്ന് പറയണമെങ്കിൽ തൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ കഷ്ടം അനുഭവിച്ചു കൊണ്ടിരുന്നത് ദിവാകരൻ ഇല്ലാത്ത ജീവിതമായിരുന്നു, ദിവാകരൻ ഇല്ലാത്ത ആ കാലമായിരുന്നു എന്ന് നളിനി തുറന്ന് സമ്മതിക്കുകയാണ്. ഈ ഹാ എന്ന് പറയുന്നത് ഒരു വ്യാക്ഷേപകമാണ്. കവിതയുടെ ആശയം കുറച്ചുകൂടി എന്താ പറയുന്നത് പ്രഫുല്ലമാക്കുന്നതിന് വേണ്ടി, കുറച്ചുകൂടി വിശദീകരിക്കുന്നതിന് വേണ്ടി, ഒരു ആഴം, ഒരു ദൃഢത നമ്മുടെ മനസ്സിലേക്ക് തരാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന വ്യാക്ഷേപകങ്ങളാണ് ഹ, ഹന്ത, കഷ്ടം എന്നൊക്കെ പറയുന്നത്. കുമാരനാശാൻ തൻ്റെ വീണപൂവ് ആരംഭിക്കുന്നത് തന്നെ ഹാ പുഷ്പമേ എന്ന് പറയുന്ന ആ ഒരു വരിയിലൂടെയാണ്. അപ്പോൾ ഹ എന്ന് പറയുന്ന ആ വാക്ക്, ഹന്ത എന്ന് പറയുന്ന വാക്കൊക്കെ കണ്ടാൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കണം. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ, എൻ്റെ കഷ്ടകാലമെല്ലാം ഇപ്പോൾ തീർന്നു. എങ്ങനെ തീർന്നു? ദിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ. എൻ്റെ കഷ്ടകാലം തീരാൻ കാരണം എനിക്കിപ്പോൾ ഒരു വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ ഭാഗ്യകാലമാണിത്. ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം. എൻ്റെ ഭാഗ്യം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം വടിവിയെന്നു വന്നപ്പോൾ, ഒരു രൂപം പൂണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ. എൻ്റെ ഭാഗ്യമാണ് അങ്ങ്, എൻ്റെ ഭാഗ്യമാണ് അങ്ങയുടെ രൂപത്തിൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നാണ്. എൻ്റെ ജീവിത സൗഭാഗ്യം ഒരു രൂപം കൈക്കൊണ്ട്, ഒരു വടിവ് കൈക്കൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ ദൃഷ്ടനായിഹ,
ഇവിടെ ഇതാ അങ്ങ് ദൃഷ്ടനായിരിക്കുന്നു, എൻ്റെ ദൃഷ്ടിക്ക് മുമ്പിൽ അങ്ങ് എത്തിയിരിക്കുന്നു, എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നു, എൻ്റെ മുമ്പിൽ അങ്ങയെ കാണുന്നു. ദൃഷ്ടനായിഹ ഇവിടെ ഞാൻ അങ്ങയെ എൻ്റെ ദൃഷ്ടിക്ക് മുമ്പിൽ, എൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കാണുന്നു. എവിടെയെല്ലാം ഞാൻ അങ്ങയെ തേടി, എവിടെയെല്ലാം തിരക്കി. അവിടെയാണ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പാരമിഷ്ടജന രൂപമോരുവാൻ നാരിമാർക്ക് നയനം സുസൂക്ഷ്മമാം എന്ന് പറയുന്നത്. സുസൂക്ഷ്മമായ മിഴികൾ വച്ച് ഞാൻ അങ്ങയെ എവിടെയെല്ലാം തേടി. ആശ്രമത്തിൽ ജീവിക്കുമ്പോഴും ഓരോ സന്യാസിക്കൂട്ടങ്ങളൊക്കെ പോകുമ്പോഴും ആ കൂട്ടത്തിൽ അങ്ങുണ്ടോ എന്നൊക്കെ ഞാൻ തേടുകയായിരുന്നു. പക്ഷെ അങ്ങയെ കണ്ടില്ല. ഇപ്പോഴിതാ അങ്ങ് എൻ്റെ മുമ്പിൽ ദൃഷ്ടനായിരിക്കുന്നു, പ്രത്യക്ഷനായിരിക്കുന്നു, എത്തിയിരിക്കുന്നു. ഇപ്പോഴൊക്കെ ദിവാകരൻ നളിനി ഇങ്ങനെ ഇത് ആരെന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് നളിനി പറയുന്നത്, അങ്ങയ്ക്ക് എന്നെ മനസ്സിലായില്ല എന്ന ഭാവം അവൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു, ഭവാനു പണ്ടിഷ്ടയാം നളിനി, ഭവാന് അങ്ങയ്ക്ക് പണ്ടേറെ ഇഷ്ടമുണ്ടായിരുന്ന, ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന നളിനിയാണ് ഞാൻ. മഹാമതേ, ഇവിടെ വിളിക്കുന്ന വാക്ക് മഹാമതേ എന്നാണ്. മഹത്വമാർന്ന മനസ്സുള്ളവനെ എന്നാണ്, മഹത്വമുള്ളവനെ എന്നാണ്, വിശാല ഹൃദയമുള്ളവനെ എന്നാണ്, ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. മഹാമതേ, മഹത്വമുള്ളവനെ, മഹാമനസ്സുള്ളവനെ. തന്നെ ഉപേക്ഷിച്ചു പോയിട്ടും ദിവാകരനോടുള്ള ആ സ്നേഹവും ആരാധനയും അല്പവും നളിനിയിൽ നിന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് മഹാമതി എന്ന് തന്നെ വിളിച്ചത്. എന്നെ നീ ഉപേക്ഷിച്ചു പോയില്ലയോ എന്ന് ചോദിച്ചിട്ട് ഓടിച്ചെന്ന് തൻ്റെ പൂർവ്വകാമുകനോട്, താൻ കാമുകനായിട്ട് സങ്കല്പിച്ച ആളിനോട് വഴക്ക് കൂടുകയല്ല നളിനി ചെയ്യുന്നത്. വളരെ സൗമ്യമായി, വളരെ സാത്വിക ഭാവത്തിൽ, വളരെ പ്രണയനിർഭരമായ വാക്കുകളോടെ, സ്നേഹനിർഭരമായ എന്നാൽ ബഹുമാനം സ്ഫുരിക്കുന്ന സംബോധനയിലൂടെ ഒക്കെയാണ് നളിനി സംസാരിക്കുന്നത്. അതാണ് ആശാന്റെ നായികമാരുടെ പ്രത്യേകത എന്ന് നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ദുഷ്ടനായിക ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. എൻ്റെ കഷ്ടകാലം എല്ലാം കഴിഞ്ഞു. ഭാഗ്യം എൻ്റെ മുമ്പിൽ ഒരു രൂപം കൈക്കൊണ്ടുവന്ന് നിൽക്കുന്നത് പോലെ അങ്ങൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ചയാണത്. ഭവാന്, അങ്ങയ്ക്ക് പണ്ടേറെ ഇഷ്ടമുണ്ടായിരുന്ന നളിനിയാണ് അല്ലയോ മഹാനുഭാവ ഞാൻ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ, എൻ്റെ കഷ്ടകാലമെല്ലാം തീർന്നു. ദിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ ഭാഗ്യം എൻ്റെ മുമ്പിൽ ഒരു രൂപം കൈക്കൊണ്ട് വന്ന് നിൽക്കുന്നത് പോലെ ദൃഷ്ടനായിക ഭവാൻ, എൻ്റെ മുമ്പിൽ, എൻ്റെ ദൃഷ്ടിക്ക് മുമ്പിൽ ഭവാൻ അങ്ങ് നിൽക്കുന്നു. ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ, അങ്ങയ്ക്ക് പണ്ടേറെ ഇഷ്ടമുണ്ടായിരുന്ന നളിനിയാണ് അല്ലയോ മഹാനുഭാവ ഞാൻ. അടുത്ത പദ്യം, ശ്ലോകം കണ്ണിക. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. കേണുവാണിവിടെ ഏകുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. പ്രാണനോടും ഒരു നാൾ ഭവൽപദം, പ്രാണനോടെ ഒരു നാൾ ഭവൽപദം. ഭവൽപദം എന്ന് പറയുന്നത് ഭവാന്റെ പദം. പദം എന്ന് പറഞ്ഞാൽ കാല് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഈ പദം എന്ന് പറഞ്ഞാൽ കാല് മാത്രമാണ്. ഒരാളിൻ്റെ കാല് മാത്രം നമ്മുടെ മുമ്പിലേക്ക് വരില്ലല്ലോ. ഒരാൾ മുഴുവനായി, അല്ലെങ്കിൽ ഒരാൾ ജീവനോടെ തൻ്റെ മുമ്പിൽ വരുമ്പോൾ താൻ ഏറ്റവും അദ്ദേഹത്തിന് വിധേയനാണ് അല്ലെങ്കിൽ വിധേയയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാദം തൊട്ട് വന്നിരിക്കുന്നത്. അത്രയ്ക്കും ബഹുമാന്യനാണ്. അപ്പോൾ അങ്ങയുടെ പാദത്തിനെയാണ് ഞാൻ വണങ്ങുന്നത്. അങ്ങയുടെ കാല്, അങ്ങയുടെ പാദം കാണുക എന്ന് പറഞ്ഞാൽ അങ്ങയെ തന്നെ കാണുക. അത്രയ്ക്ക് വിനീത വിധേയാണ്. നമ്മൾ ഈശ്വരൻ്റെ ഒക്കെ പാതാരവിന്ദം കാല് തൊട്ട് വന്നിക്കും, മുതിർന്നവരുടെ കാല് തൊട്ട് വന്നിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാല് മാത്രമേ അവിടെ ഉള്ളൂ, കാല് മാത്രമേ കാണുന്നുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അത്രയ്ക്കും ബഹുമാനമാണ് നമുക്ക് അവരെ എന്നാണ്. അത്രയ്ക്ക് പാദം തൊട്ട് വന്നിക്കാൻ വേണ്ടി പൂജ്യനീയരായിട്ടുള്ള ആളുകളാണ്, അത്രയ്ക്ക് വന്ദ്യന്മാരായിട്ടുള്ള ആളുകളാണ് എന്നാണ്. അപ്പോൾ ഈ നളിനിയെ സംബന്ധിച്ചിടത്തോളം ദിവാകരൻ അത്രയ്ക്ക് തൻ്റെ ജീവിതത്തിൽ തൻ്റെ തന്നെക്കാൾ ഏറ്റവും അധികം നളിനി സ്നേഹിക്കുന്നത് ദിവാകരനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാണനോടെ ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. പ്രാണനോടെ, അവർ ശ്രദ്ധിക്കണം, പ്രാണനോടെ, ജീവനോടെ ഒരു നാൾ, ഒരു ദിവസം ഭവൽപദം, അങ്ങയുടെ പദം, അങ്ങയെ പദം, അങ്ങയുടെ പദം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അങ്ങയെ തന്നെ, അങ്ങയെ കാണാൻ ചിരകാലം, ചിരമഹോ ഒരുപാട് നാളായി അഹോ അല്ലയോ ഞാൻ കൊതിച്ചു. അങ്ങയെ കാണാൻ, അങ്ങയെ വരി ശ്രദ്ധിക്കണം, പ്രാണനോടെ ഒരു ദിവസം അങ്ങയെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ഒരുപാട് നാൾ കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വരി നമ്മൾ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ ദിവാകരൻ പ്രാണനോടെ ഇരിക്കുമ്പോൾ താൻ കാണണമെന്ന് നളിനി ആഗ്രഹിച്ചു എന്നല്ല പറയുന്നത്. പ്രാണനോടെ എന്നുള്ള വാക്ക് നമ്മളൊരാളെ കാണുമ്പോൾ
നീ ജീവനോടെ ഇരുന്നപ്പോൾ എനിക്കൊന്ന് കാണാൻ സാധിച്ചല്ലോ എന്ന് നമ്മൾ പറയാറില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈ ജീവിതത്തിൽ നിന്നെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല, നേരിട്ട് കാണാൻ പറ്റുമെന്ന് കരുതിയില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ അവിടെ ഈ പ്രാണനോടെ എന്ന് പറയുന്നത് നളിനി അവളെ തന്നെ പറയുകയാണ്. ഞാൻ പ്രാണനോടെ ഇരിക്കുമ്പോൾ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും അങ്ങയെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്താൽ ചിരകാലമായി കൊതിച്ചുകൊണ്ട് ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. കൊതിക്കുക മാത്രമല്ല, ഞാൻ കൊതിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കൗതുകത്തിലിരിക്കുകയല്ല. ആ കൊതിയുടെ പാരമ്യതയിൽ, ആ ആഗ്രഹത്തിൻ്റെ പാരമ്യത ദുഃഖത്തിലേക്ക് എന്നെ ആഴ്ത്തി. അങ്ങനെ ഞാൻ കരഞ്ഞു. സന്യാസിമാരുടെ കൂട്ടത്തിൽ ഒരിക്കലും കരഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആരും കാണാതെ എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് വിങ്ങിപ്പൊട്ടി കഴിയുകയായിരുന്നു. ഞാൻ കേണുവാണിവിടെ, ഞാൻ കേണുകൊണ്ട് വാഴുകയായിരുന്നു ഇവിടെ. കേണു വാഴുക എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് വാഴുക, വാഴുവ് ജീവിതമെന്നാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് ഇവിടെ വാഴുകയായിരുന്നു, കരഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. കേണുവാൻ ഇവിടെ, ഞാൻ ഇവിടെ ജീവിച്ചത് സന്യാസിയായിട്ട് സർവ്വസുഖങ്ങളും ഒക്കെ ത്യജിച്ചിട്ട് ഈശ്വര സുഖം നേടി ഞാൻ അങ്ങനെ ജീവിക്കുകയായിരുന്നില്ല, സന്തുഷ്ടയായിട്ട് ജീവിക്കുകയായിരുന്നില്ല. അങ്ങയെ കാണണമെന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുകയും അങ്ങനെ കാണാൻ കഴിയാതെ ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ അതൊരു ദുഃഖമായി എൻ്റെ ഹൃദയത്തിൽ ഊറിക്കൂടുകയും ഉറഞ്ഞുകൂടുകയും അത് കണ്ണീരായി ഹൃദയത്തിൽ തന്നെ പെയ്തൊഴിയുകയും ചെയ്തു, പെയ്ത് നിറയുകയും ചെയ്തു. എനിക്ക് എല്ലാവരും കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് നളിനി പറയുന്നത്. താൻ കരഞ്ഞുകൊണ്ട് ഇവിടെ കഴിയുകയായിരുന്നു. അടുത്ത വരി, ഏകുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. ഇതൊരു ലോകതത്വമാണല്ലോ. ഒരു നിസാരമായ പ്രാണി, ഒരു ഉറുമ്പോ ഒരു പുൽച്ചാടിയോ അല്ലെങ്കിൽ ഒരു പുഴുവോ എന്തോ ആവട്ടെ, നമ്മളിതിനെയൊക്കെ നിസ്സാരമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വശത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെക്കാൾ ചെറുതിനെയൊക്കെ നിസ്സാരമെന്ന് കണക്കാക്കാറുണ്ട് പലരും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെ കണക്കാറുണ്ട്. ഒരു പുഴുവൊക്കെ അല്ലെങ്കിൽ ഒരു ഉറുമ്പൊക്കെ വന്നാൽ അതിനെ തട്ടി നിസ്സാരമായിട്ട് അങ്ങ് മാറ്റും. അതാണ് ആ പ്രാണി പോലും, നിസ്സാരമായ പ്രാണി പോലും ഒന്നും ഈശ്വരൻ്റെ സൃഷ്ടിയിൽ നിസ്സാരമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോന്നിനും അതിൻ്റേതായ കടമ നിർവഹിക്കാനുണ്ടെന്ന് മനസ്സിലാക്കണം. ഞാൻ നിസ്സാരമെന്ന് പറഞ്ഞത് ഇവിടുത്തെ ആ വരിയുടെ അർത്ഥം വെച്ചുകൊണ്ടാണ്. ഒരു പ്രാണിയുടെ, ഒരു കുഞ്ഞു പ്രാണി പോലും തൻ്റെ ആഗ്രഹം ഈശ്വരനോട് പറഞ്ഞു മനമുരുകി പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം ഈശ്വരൻ ആ ജീവിക്ക് സാധിച്ചു കൊടുക്കും. ഒരു പ്രാണി പോലെ, ഈശ്വരൻ അങ്ങനെയില്ല. ഈശ്വരൻ ഒരിക്കലും വലിയ ആനയാണെന്നോ കുഞ്ഞു പുഴുവാണെന്നോ ഒരു ഉറുമ്പാണെന്നോ ഇല്ല. എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയിൽ, ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രാണിയുടെ പ്രാർത്ഥന പോലും, പ്രാണിതൻ പ്രിയം ഒരിക്കൽ ഈശ്വരൻ, ഒരു പ്രാണിയുടെ പ്രിയം, ഇഷ്ടം, ഒരു പ്രാണി ഇഷ്ടത്തോടു കൂടി തൻ്റെ മനസ്സിലൊരു ആഗ്രഹം വച്ചിട്ട് അത് മനസ്സുരുകി ഈശ്വരനോട് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ, എൻ്റെ ഇഷ്ടം ഇതാണ് ഈശ്വര, എനിക്കിത് സാധിച്ചു തരണേ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അത് സാധിച്ചു കൊടുക്കും. അതുപോലെ എൻ്റെ ഇഷ്ടം അങ്ങയെ കാണണമെന്നുള്ളതായിരുന്നു. ഞാൻ മനസ്സുരുകി ഇവിടെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഹൃദയത്തിൽ അങ്ങയെക്കുറിച്ചുള്ള വേദനകൾ മാത്രം നിറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയായിരുന്നു. ആ എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അതുകൊണ്ടാണ് അങ്ങൻ്റെ മുമ്പിൽ എത്തിയത്. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ, കേണുവാണിവിടെ ഏകുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. ഞാൻ പ്രാണനോടെ ഇരിക്കുമ്പോൾ അങ്ങയെ ഒരു നിമിഷം കാണണമെന്ന്, അങ്ങയുടെ ഭവൽപദം, അങ്ങയെ തന്നെ, അങ്ങയുടെ കാലെന്ന് മാത്രം എടുക്കേണ്ട, ഭവൽപദം അങ്ങയെ കാണണമെന്ന് ഞാൻ ഒരുപാട് നാളായി കൊതിച്ചിരിക്കുകയായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന ഞാൻ കേണുകൊണ്ടാണ് ഇവിടെ വാണത്, കരഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുകയായിരുന്നു. ഏകുമർത്ഥിയാം, സാധിച്ചു കൊടുക്കുമല്ലോ, നൽകുമല്ലോ. അർത്ഥിയാം, അർത്ഥി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം യാചിക്കുക എന്നാണ്. ഇവിടെ പ്രാർത്ഥന എന്നുള്ള അർത്ഥം നമുക്കെടുക്കാം. വിദ്യാർത്ഥി, വിദ്യ യാചിക്കുന്നവൻ, വിദ്യാർത്ഥിക്കുന്നവൻ. സ്ഥാനാർത്ഥി, സ്ഥാനം യാചിക്കുന്നവൻ. മോക്ഷാർത്ഥി, മോക്ഷം യാചിക്കുന്നവൻ, മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഒരു പ്രാണിക്ക് പോലും നൽകും. അർത്ഥിയാം പ്രാണിതൻ, അർത്ഥിയായ പ്രാർത്ഥിക്കുന്ന പ്രാണിയുടെ പ്രിയം ഈശ്വരൻ സാധിച്ചു കൊടുക്കുന്നത് പോലെ അല്ലയോ ഈശ്വരനാണ് അങ്ങയെ എൻ്റെ മുമ്പിൽ എത്തിച്ചത് എന്നും നളിനി പറയുന്നു. ഇനി അടുത്ത ഒരു 4 വരിയും കൂടി പറയുമ്പോൾ നളിനിയുടെ ഇവിടുത്തെ ഒന്നാമത്തെ സംഭാഷണം അവസാനിക്കുന്നതാണ്. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ, ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെ ഓർക്കുകിലും ഓർത്തിടായിലും. ഞാനിവിടെ സന്യസിക്കുകയായിരുന്നു, സന്യാസിനിയായിട്ട് ജീവിക്കുകയായിരുന്നു. സന്യസിച്ച അളവ്, ഒരു ജീവിതത്തിൽ ആ താമരപ്പൊയ്കയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയ സമയത്ത് ആത്മഹത്യയിലേക്ക് വിടാതെ
സന്യാസിനിമാർ എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു സന്യാസിനി വേഷത്തിൽ ഞാൻ ജീവിക്കുകയായിരുന്നു. സന്യാസിയുടെ രൂപത്തിൽ ഞാൻ ജീവിക്കുകയായിരുന്നു. ഉള്ളിൽ ഞാൻ സന്യാസിനി അല്ല. അതാണ് സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ. ആസ്ഥ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം താല്പര്യം എന്നാണ്, ഇഷ്ടമെന്നാണ്, പ്രതീക്ഷ എന്നൊക്കെ നമുക്ക് പറയാം. നാസ്തി എന്ന് പറയുന്ന ആസ്തി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് നാസ്തി, ഒന്നുമില്ല എന്ന് പറയും. ഊണിന് ആസ്ഥ കുറഞ്ഞു നിദ്രനിശയിങ്കൽ പോലും ഇല്ലാതെയായി എന്ന് പറയുന്ന ആട്ടക്കഥയിലെ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഊണിനോടുള്ള താല്പര്യം, ഊണിനോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്നാണ്. ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കുറഞ്ഞു എന്നാണ്. അപ്പം ഇവിടെ അർത്ഥം, ഞാൻ ഇവിടെ കഴിഞ്ഞത് എങ്ങനെയാണ്? സന്യസിച്ചു. ഞാൻ സന്യാസിയായിരുന്നു എങ്കിലും സന്യാസിനിയായി കഴിഞ്ഞ അളവും ആ സമയത്തും ആ കാലത്തും ആ നിമിഷങ്ങളിലും സന്യാസിനിയായി ജീവിച്ചു കൊണ്ട് പോകുമ്പോഴും സന്യാസിനിയായി ജീവിക്കുമ്പോഴും എന്താണ്? സന്യസിച്ചളവും ആസ്തയാൽ ആ സമയത്തും ഭവാൻ തന്നെയോർത്തിക തപസ്സിൽ വാണു ഞാൻ. സന്യാസിനിമാർ തപസ് ചെയ്യും, പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥനയൊക്കെയാണ് നമ്മൾ തപസ്സെന്ന് പറയുന്നത്. അവർ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും ഉച്ചയ്ക്കും എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അവരിഷ്ടപ്പെടുന്ന ഒരു ഈശ്വരനെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട്, അവരിഷ്ടപ്പെടുന്ന ഒരു രൂപം പ്രതിഷ്ഠിച്ചിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിട്ട് ആ രൂപത്തോടാണ് പറയുന്നത്, എനിക്ക് ഇന്ന ആഗ്രഹം സാധിച്ചു തരണം, അങ്ങൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാവണം, അങ്ങയെ ഒരു നോക്ക് കാണണമെന്നൊക്കെ പലപ്പോഴും ഈശ്വരന്മാരോട് ആണ് സന്യാസിനിമാർ അഭ്യർത്ഥിക്കുക, പറയുക. പക്ഷെ ഞാനോ ഇവിടെ മനസ്സിൽ ഈശ്വരനായിട്ട് പ്രതിഷ്ഠിച്ചത് അങ്ങയെയാണ്. ഭവാൻ തന്നെ ഓർത്തിഹ തപസ്സിൽ വാണു ഞാൻ. ഞാൻ ധന്യയായി. ഒരാളിൻ്റെ തപസ് ധന്യമാകുന്നത്, അയാൾ തപസ് ഫലപ്രാപ്തിയിലെത്തുമ്പോഴാണ് അയാൾ ധന്യനായി അല്ലെങ്കിൽ ധന്യയായി എന്ന് പറയുന്നത്. എൻ്റെ തപസ് ഫലപ്രാപ്തിയിലെത്തി. കാരണം ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളിൻ്റെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ധന്യരാകുന്നു അല്ലെങ്കിൽ ധന്യയാകുന്നു. ഇവിടെ ഞാൻ അങ്ങയുടെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ധന്യയായിരിക്കുന്നു എന്നാണ്. ധന്യയായി സപതി കാൺക മൂലം. എൻ്റെ അടുത്ത് അങ്ങ് എന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് എൻ്റെ അടുത്ത് അങ്ങ് എത്തിയിരിക്കുന്നു, എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. എൻ്റെ മുമ്പിൽ ഇതാ അങ്ങ് എത്തിയിരിക്കുന്നു. ഒരു തപസ് ഫലപ്രാപ്തിയിൽ എത്തുന്നതെന്ന് പറയുന്നത് അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം സാധിക്കുമ്പോഴാണ്. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തിയാണ് ഒരു ഇഷ്ടപ്പെടുന്ന ഒരാൾ പ്രത്യക്ഷപ്പെടുക, എത്തുക എന്ന് പറയുന്നത്. അങ്ങൻ്റെ മുമ്പിൽ ഇതാ എത്തിയിരിക്കുന്നു, എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നു, വളരെ പെട്ടെന്ന്. വളരെ സപതി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. എൻ്റെ മുമ്പിൽ അങ്ങ് പെട്ടെന്ന് എത്തിയിരിക്കുന്നു, എൻ്റെ മുമ്പിൽ തൊട്ട് മുമ്പിൽ ഇതാ അങ്ങ് നിൽക്കുന്നു. ധന്യയായി സപതി കാൺക മൂലം. ഞാൻ ആകസ്മികമായിട്ടാണ് അങ്ങയെ കണ്ടത്. അങ്ങനെ കണ്ടതുകൊണ്ട് എൻ്റെ തപസ് പൂർത്തീകരിച്ചിരിക്കുന്നു, എൻ്റെ തപസ് സഫലമായിരിക്കുന്നു, എൻ്റെ ആഗ്രഹം പരമോന്നതിയിലെത്തിയിരിക്കുന്നു, ഞാൻ ധന്യയായിരിക്കുന്നു. അപ്പോഴും ദിവാകരൻ നളിനിയെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദിവാകരനൊരു ചിന്ത, ഓർമ്മ, എന്താണ് ഇവൾ ആരാണെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അപ്പം മനസ്സിലായി നളിനിക്ക് ഇദ്ദേഹം തന്നെ ഓർക്കുന്നില്ലയോ. അതാണ് ഭവാൻ. അങ്ങ് ഭവാൻ എന്നയോർക്കുകിലും ഓർത്തിടായിലും. അങ്ങെന്നെ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നില്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങെന്നെ ഓർത്താലും ഓർത്തില്ലെങ്കിലും ഞാൻ അങ്ങയെ ഓർക്കുന്നു. അങ്ങൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായപ്പോൾ എത്തിയപ്പോൾ എൻ്റെ ജീവിതം സഫലമായിരിക്കുന്നു എന്നാണ്. സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ തന്നെയോർത്തിക തപസ്സിൽ വാണു ഞാൻ. ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും. ഞാനിവിടെ സന്യാസിനിയായിട്ട് ജീവിച്ചത് അങ്ങയെ ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു. അങ്ങയെ ഓർത്ത് തന്നെയാണ് ഞാൻ തപസ് ചെയ്തത്. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന അങ്ങ് എൻ്റെ മുമ്പിൽ പെട്ടെന്ന് എത്തിയപ്പോൾ ഞാനിതാ ധന്യയായിരിക്കുന്നു, എൻ്റെ തപസ് സഫലീകരിച്ചിരിക്കുന്നു. അങ്ങെന്നെ ഓർക്കുന്നോ ഓർക്കുന്നില്ലയോ എന്ന് എനിക്കിപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് നളിനി പറഞ്ഞു നിർത്തുമ്പോൾ ദിവാകരൻ്റെ അവസ്ഥയും നളിനിയുടെ അവസ്ഥയും കവി ഇനി നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ 3 പാരഗ്രാഫിലുള്ള ചോദ്യമെന്ന് പറയുന്നത്. നളിനി ദിവാകരനോട് പറഞ്ഞ കാര്യങ്ങൾ എഴുതുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 3 പാരഗ്രാഫ് ആവർത്തിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിങ്ങൾ പഠിക്കണം. ഇനി കവി നമ്മളോട് പറയുന്നത് എന്താണ്? ഏവമോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. മനോഹരമായ വരികളാണ്. ഏവമോദിയിടരാർന്നു. ഏവം ഇപ്രകാരം ഓതി, ഇപ്രകാരം പറഞ്ഞിട്ട് ഇടരാർന്നു, തൊണ്ട ഇടറിപ്പോയി, ഇടരാർന്നു പോയി.
ഇടർച്ച ബാധിച്ചു. ഇടർ എന്ന് പറയുന്നത് സങ്കടമോ അങ്ങനെയല്ല, തൊണ്ട ഇടറിപ്പോയി എന്നാണ്. ദുഃഖം കൊണ്ട് തന്നെയാണ്. പുറത്തേക്ക് പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ആ ദുഃഖമെല്ലാം കൂടി ഇങ്ങനെ അണപൊട്ടി പുറത്തേക്ക് വന്നപ്പോൾ തൊണ്ടയിൽ ഇടർച്ചയുണ്ടായി. ഇടരാർന്നു കണ്ണുനീർ തൂവി. നമ്മൾ ഈ ആകെ ഒന്നും പറയാനും വയ്യ, വല്ലാത്ത സങ്കടം, ഇതിൻ്റെ പാരമ്യതയിലാണ് നമ്മളെല്ലാവരും കരയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടർച്ചയുണ്ടാകുമ്പോൾ, ദുഃഖത്തിൻ്റെ ഒരു വേലിയേറ്റം ഉണ്ടാകുമ്പോൾ, ഇരച്ചുകയറ്റം ഉണ്ടാകുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരാതെ കണ്ണുനീർ തൂകി. കണ്ണുനീർ ഏവമോദി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൽ മൊഴി കുഴങ്ങി നിന്നവൾ. ഇപ്പൊ തൊണ്ട ഇടറിപ്പോയി, വാക്കുകളും കിട്ടുന്നില്ല. തൊണ്ട ഇടറിയത് കൊണ്ടല്ല വാക്ക് കിട്ടാത്തത്, വാക്ക് കിട്ടാത്തതും കൊണ്ടല്ല തൊണ്ട ഇടറിയത്. തൊണ്ട ഇടറിയത് ദുഃഖം കൊണ്ടാണ്, ശബ്ദം വരാത്തത് ദുഃഖം കൊണ്ടാണ്. പക്ഷെ ഇനി ഇദ്ദേഹത്തിനോട് എന്ത് പറയണമെന്ന് ഇവർക്കറിയില്ല. എന്താണ് പറയേണ്ടതെന്നുള്ള പറയുന്ന മൊഴി, വാക്കുകൾ കുഴങ്ങിപ്പോയി. ഏത് വാക്ക് ഞാൻ പറയും, ഏത് ഉപയോഗിക്കുമെന്ന് ചിന്തിക്കുക. കുമാരനാശാൻ തന്നെ മറ്റൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കുമാരനാശാന്റെ കവിതയിൽ അദ്ദേഹം എന്താ തന്നതില്ലപരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷയത പൂർണ്ണമങ്ങവോ വന്നു പോം പിഴയുമർത്ഥശങ്കയാൽ. വാക്ക് ചിലപ്പോൾ നമുക്ക് സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഏത് വാക്ക് പറയണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ എത്തും. അതേ അവസ്ഥയാണ് ഇവിടെ നളിനിക്ക് ഉണ്ടായത്. അവളുടെ മൊഴി കുഴങ്ങിപ്പോയി, വാക്ക് ബന്ധിച്ചതുപോലെ എന്ത് പറഞ്ഞു കുഴഞ്ഞുപോയി. ഏത് ശരിയാണ് നമ്മൾ പറയുന്നത്, ആകെ കുഴങ്ങി എന്ന് പറയുന്നത് ഏതാണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് പറയുന്നൊരു അവസ്ഥയിലാണ്. അങ്ങനെ മൊഴി കുഴങ്ങിപ്പോയി, വാക്ക് കുഴങ്ങി, എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൾ നിന്നു. അപ്പോൾ തൊണ്ട ഇടറി, തൊണ്ട ശബ്ദം പുറത്തോട്ട് വരുന്നില്ല, ആകെ കരച്ചിൽ, എന്ത് പറയണമെന്നറിയാതെ സങ്കടം. എന്നാൽ ദിവാകരനെ കണ്ട സന്തോഷം, അതിൻ്റെ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഉണ്ട് നളിനിയിൽ. അവൾ കരയുന്നുണ്ട്, എന്നാൽ ഉള്ളിൽ കുറച്ച് സന്തോഷമുണ്ട്, കണ്ടല്ലോ എന്നുള്ള ഒരു ആനന്ദമുണ്ട്, എല്ലാം ഉണ്ട്. ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. മൊഴി കുഴങ്ങി നിന്നവൾ. എന്നിട്ട് കുമാരനാശൻ പറയുന്നു, ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഭാവശാലികൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കുറേ ദീർഘകാലമായിട്ട് നല്ല പരിചയമുണ്ടായിരുന്ന, സൗഹൃദമുണ്ടായിരുന്ന, ഒരുപക്ഷെ പ്രണയമുണ്ടായിരുന്ന രണ്ടുപേർ. കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചു വളർന്നവരാവാം, വിദ്യാലയങ്ങളിൽ ഒരുമിച്ച് പഠിച്ചവരാവാം. അങ്ങനെയുള്ള രണ്ടുപേർ, അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടം, ഒരു താല്പര്യം, അതെന്ത് വേണോ ആവാം, സൗഹൃദമാവാം, പ്രണയമാവാം. അങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സൗഹൃദത്തിന് അപ്പുറത്തേക്ക് മനസ്സ് വളർന്നുപോയ രണ്ടുപേർ ആകസ്മികമായിട്ട് ഒരു ദിവസം അവർ വേർപെട്ടുപോയി, അവർ പിരിഞ്ഞുപോയി. ഒരാൾ ദൂരെ എവിടെയെങ്കിലും മാറിപ്പോയി. അങ്ങനെ ഇരുന്ന ആ രണ്ടുപേർ, അപ്പോഴും അവരുടെ ഉള്ളിൽ വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന ചിന്തയുണ്ടായിരുന്നു. ആ രണ്ടുപേർ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ പ്രതീക്ഷിക്കാതെ ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ അവരുടെ വികാര പ്രകടനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇവിടെ എങ്ങനെയെങ്കിലുമുള്ള സൗഹൃദമായിരുന്നില്ല. നളിനിക്ക് വല്ലാത്ത പ്രണയമായിരുന്നു. വല്ലാതെ താൻ പ്രണയിച്ച ദിവാകരൻ എന്ന് പറയുന്ന തൻ്റെ കാമുകൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിരിഞ്ഞു പോയപ്പോൾ ആ കാമുകനെ തേടിയിറങ്ങി ആത്മഹത്യയ്ക്ക് വരെ തയ്യാറായി. അതിൽ നിന്നും രക്ഷപ്പെട്ട് സന്യാസിനിയുടെ കുപ്പായം മാത്രം അണിഞ്ഞ് ഉള്ളിൽ ആ പ്രണയം സൂക്ഷിക്കുന്ന നളിനി ദിവാകരനെ കണ്ടുമുട്ടിയപ്പോൾ പറയുന്നു കവി, ഈ വിധം വികലമാം സുഖോദയം. ഇങ്ങനെ വികലമായ സുഖം ഒരിക്കലും വികലമേ ആയതല്ല. പക്ഷെ കുമാരനാശൻ ഇവിടെ പറയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അവർ ആനന്ദം അനുഭവിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് ആനന്ദിക്കുന്നു, ഒന്നും മിണ്ടാൻ കഴിയാതെ ആനന്ദിക്കുന്നു. തൊണ്ട ഇങ്ങനെ ഇടറിപ്പോയി, പക്ഷെ അത് ആനന്ദമാണ്, വല്ലാത്ത ഒരു സന്തോഷമാണ്. ഇത് വികലമായ ഒരു സുഖോദയമാണ്, സുഖത്തിൻ്റെ ഉദയമാണ്, ആരംഭമാണെന്ന് പറയുന്നു. ഭാവശാലികൾ, കുറേ നാൾ സ്നേഹിച്ച് വേർപിരിഞ്ഞു പോയവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ, ഭാവശാലികൾ പിരിഞ്ഞ് സ്നേഹിച്ച് ഇരുന്നവർ പിരിഞ്ഞിട്ട് കൂടിയാൽ, വീണ്ടും കൂടിച്ചേർന്നാൽ ഈ വിധം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സുഖോദയം, സുഖമുണ്ടാവുക അവർ അനുഭവിക്കുന്നത് എന്നാണ്. വളരെ മനോഹരമായ വരി. ഏവമോദി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൽ മൊഴി കുഴങ്ങി നിന്നവൾ. ഇപ്രകാരം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കണ്ണുനീർ തൂവി, എന്താണ് പറയേണ്ടതെന്നറിയാതെ വാക്കുകൾ കുഴങ്ങി അവൾ നിന്നു. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ, ഒരുപാട് കാലം ഇഷ്ടപ്പെട്ടിരുന്നവർ വേർപെട്ടിട്ട് വീണ്ടും ഒന്നു ചേർന്നാൽ ഈ വിധം വികലമാം സുഖോദയം, ഇങ്ങനെയുള്ള സുഖമായിരിക്കും ഉണ്ടാവുക.
ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. അപ്പൊ നളിനി ശബ്ദം പുറത്തേക്ക് വരാതെ കണ്ണുനീരിങ്ങനെ ചൊരിഞ്ഞ് അതൊക്കെ തുടച്ച് മുഖത്ത് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയി ഇങ്ങനെ നിൽക്കുകയാണ് നളിനി. ഈ സമയത്ത് ധീരനായ യതി നോക്കി, ധീരനായ യതി കുമാരനാശാൻ വിളിക്കുന്നതാണ് ധീരൻ. ഈ ധീരനെന്നും വീരനെന്നും പറയുന്ന രണ്ട് വാക്കുകൾ പലപ്പോഴും നമ്മൾ അർത്ഥമറിഞ്ഞുള്ളത് പ്രയോഗിക്കാറുണ്ട്. വീരനും ധീരനും ഒന്ന് തന്നെ നമ്മൾ പറയും. വീരനായ ആൾ, ധീരനായ ആളെന്ന് നമ്മൾ പറയും. വീരനെന്ന് പറയുന്നത് ശാരീരികമായിട്ട് മിടുക്കുള്ള, യുദ്ധത്തിൽ നിപുണൻ, കുതിരസവാരിയിൽ നിപുണൻ, കളിയിലൊക്കെ നിപുണനായിട്ടുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ വീരന്മാരെന്ന് പറയുന്നത്. എല്ലാത്തിലും വീരന്മാരാണ്, വീരശൂര പരാക്രമികളെന്ന് നമ്മൾ പറയും. ധീരൻ എന്ന് പറഞ്ഞാൽ, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധിപരമായി വികാസം പ്രാപിച്ചവൻ, ബുദ്ധിപരമായി മിടുക്കേറിയ ആളിനെയാണ് നമ്മൾ ധീരൻ എന്ന് പറയുന്നത്. എല്ലാ വീരന്മാരും ധീരന്മാരായിരിക്കില്ല, എല്ലാ ധീരന്മാരും വീരന്മാരുമായിരിക്കില്ല. ചില ആളുകൾ മാത്രം ധീരനും വീരനുമായിരിക്കും. ഇവിടെ കുമാരനാശാൻ ദിവാകരനെ വിളിക്കുന്നത് ധീരൻ എന്നാണ്. മനസ്സടക്കമുള്ള, ബുദ്ധിമാനായ, നല്ല ബുദ്ധിയുടെ ഉറവിടമായ ധീരനായ യതി സന്യാസി. തന്നി ആ പെണ്ണിൻ്റെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നളിനിയുടെ ഭൂരിബാഷ്പ പരിപാടലം മുഖം. ഭൂരിബാഷ്പ പരിപാടലമായ, പാടലവർണ്ണം എന്ന് പറഞ്ഞാൽ ചുമപ്പ് വർണ്ണമാണ്. പൂരി എന്ന് പറഞ്ഞാൽ കണ്ണുനീർ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, പെരുകുക, വർദ്ധിക്കുക, ഇങ്ങനെയൊക്കെയാണ് ആ പൂരി എന്ന് പറയുന്ന വാക്ക്. പൂരിപ്പിക്കുക നമ്മൾ പറയില്ലേ, ഫില്ല് ചെയ്യുക എന്ന് പറയുമല്ലോ. അപ്പം മുഖത്തിങ്ങനെ അവിടെ ഇവിടെ പറ്റിയിരിക്കുന്ന കണ്ണുനീര് നിറഞ്ഞ, കണ്ണുനീർ മുഴുവനായിരിക്കുന്ന പരിപാടലമായ ചുമന്ന വർണ്ണത്തിലുള്ള. അപ്പോൾ നളിനിയുടെ മുഖം ചുമപ്പ്, നല്ല ചുമപ്പാണ്. കരഞ്ഞപ്പോൾ ഒന്നുകൂടി ചുമന്നിരിക്കുന്നു. അതിൽ കണ്ണീർ തുള്ളികൾ ഇങ്ങനെ എല്ലായിടത്തും പറ്റിയിരിക്കുന്നു. ഭൂരിബാഷ്പ പരിപാടലം മുഖം. എല്ലായിടത്തും കണ്ണുനീര് പറ്റി, എല്ലാ ഭാഗത്തും കവിളിലും ചുണ്ടിലും എല്ലായിടത്തും ഇങ്ങനെ കണ്ണുനീര് തുടച്ചപ്പോൾ എല്ലായിടത്തും ആയല്ല. അല്ലാതെ സാധാരണ രീതിയിൽ ഒലിച്ചിറങ്ങിയുള്ളൂ. ഇതിങ്ങനെ തുടച്ചപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ മുഖം തുടച്ചപ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും നിറഞ്ഞ് എല്ലാ ഭാഗങ്ങളിലും എത്തിയിരിക്കുകയാണ് കണ്ണുനീർ. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇരിക്കുന്ന ആ കണ്ണുനീര് നിറഞ്ഞിരിക്കുന്ന, കണ്ണുനീർ തുള്ളികൾ പറ്റിയിരിക്കുന്ന ചുമന്ന ആ മുഖത്തേക്ക് ദിവാകരൻ നോക്കി. ആ മുഖം എങ്ങനെയായിരുന്നു? പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. പ്രഭാതത്തിൽ വർദ്ധിച്ച ശോഭയോടെ അങ്ങനെ മഞ്ഞുതുള്ളികളും പറ്റി നിൽക്കുന്ന ഒരു പനിനീർ പൂവ്, ചുമന്ന റോസാപ്പൂവ്, അതിനെയാണ് നമ്മൾ ചെമ്പനീർ പൂവ് എന്നൊക്കെ പറയുന്നത്. ഒരു പനിനീർ പൂവ് പോലെ സുന്ദരമായിരുന്നു എന്നാണ്. അപ്പോൾ പ്രഭാതത്തിൽ മഞ്ഞുതുള്ളികൾ പറ്റിയിരിക്കുന്ന റോസാപുഷ്പം ഒന്നാമത് ചുമപ്പാണ്. ആ പുഷ്പത്തിൽ സൂര്യൻ്റെ ചുമന്ന രശ്മികൾ കൂടി ഇങ്ങനെ ഏൽക്കുമ്പോൾ ആ റോസാപുഷ്പവും ചുമപ്പാണ്. സൂര്യൻ്റെ ചുമന്ന രശ്മികൾ ആ മഞ്ഞുകണങ്ങളെ ഒന്നുകൂടി ചുമപ്പിക്കും. ഒരു മഞ്ഞ കലർന്ന ഒരു ചുമപ്പ് ഇങ്ങനെ വരും. അപ്പോൾ ആ റോസാപ്പൂവിൻ്റെ സ്വതവേയുള്ള ചുമപ്പ്, മഞ്ഞുകണങ്ങളിൽ സൂര്യകിരണങ്ങളേറ്റ് വരുന്ന ആ ചുമപ്പ്, അതിൻ്റെ ഒരു ഭംഗി നമുക്ക് പറയാൻ പറ്റില്ല. കുമാരനാശാൻ മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ വിളങ്ങുന്നു ഭവദ്ഗണങ്ങളാൽ സ്വതേ വിടർന്നി പനിനീർ മലർച്ചെടി, അതിനോടൊക്കില്ലൊരു ചക്രവർത്തിതൻ അതിപ്രകാശം കലരും കിരീടവും എന്നാണ്. വിടർന്നു നിൽക്കുന്ന റോസാപ്പൂവിൻ്റെ ദളങ്ങൾക്കിടയിൽ മിന്നാമിനുങ്ങ് വന്നിരുന്ന, രാത്രിയിൽ സൂര്യപ്രകാശം മാഞ്ഞു പോയപ്പോൾ മിന്നാമിനുങ്ങ് വന്നിരുന്ന അതിൻ്റെ ഇടയിൽ കയറിയിരുന്ന് ഇങ്ങനെ മിന്നുന്നു. അതിൻ്റെ വെളിച്ചം കെടുത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് ആ റോസാപ്പൂവ് കാണുമ്പോഴുള്ള ഭംഗി, രാത്രിയിൽ ചുമന്ന റോസാപ്പൂവിൻ്റെ ഇതകടകൾക്കിടയിൽ കുറേ മിന്നാമിനുകൾ വന്നിരുന്ന് ഇങ്ങനെ മിന്നിയാൽ അതിനോടൊക്കില്ല ഒരു ചക്രവർത്തി തന്നെ അതിപ്രകാശം കലരും കിരീടവും. ഇത് ലോകത്തുള്ള ഏതെല്ലാം രത്നങ്ങൾ കൊണ്ട് തുന്നിപ്പിടിപ്പിച്ച ഒരു കിരീടം ഒരു ചക്രവർത്തി വച്ചാലും ഈ റോസാപ്പൂവിൻ്റെ ഭംഗി കാണില്ല എന്ന് മിന്നാമിനുങ്ങെന്ന് പറയുന്ന കുട്ടികളുടെ കവിതയിൽ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അതുപോലെയാണ് പറയുന്നത്. എന്താണ്? രാവിലെ മഞ്ഞുകണങ്ങളേറ്റ് നിൽക്കുന്ന ചുവന്ന റോസാപുഷ്പത്തിൽ
സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അത് എത്രമാത്രം ഭംഗിയോടെ തിളങ്ങുന്നുവോ അതുപോലെയാണ് കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ചുമന്ന നളിനിയുടെ മുഖത്തെ കവി തുല്യപ്പെടുത്തിയിരിക്കുന്നത്, ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ അലങ്കാരം ഉപമയാണ്. ചമൽക്കാരൻ ചോദിക്കുന്നുവെങ്കിൽ ഇതിനോടകം നിങ്ങൾ അതെല്ലാം വിശദമായിട്ട് സ്കൂളിൽ ഒരുപക്ഷെ പഠിച്ചു കാണും. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ധീരനായ ആ സന്യാസി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തന്നിയുടെ കണ്ണുനീരണിഞ്ഞിരിക്കുന്ന ചുവന്ന മുഖത്തേക്ക് നോക്കി. ആ മുഖം പ്രഭാതത്തിൽ മഞ്ഞ് കണങ്ങളേറ്റ് തിളങ്ങുന്ന പനിനീർ സുമത്തോട് റോസാപ്പൂവിന് തുല്യം സുന്ദരമായിരുന്നു. ഇവിടെ കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണ് ഇത്. ദിവാകരൻ തൻ്റെ മുമ്പിലെത്തിയ നളിനിയെ ദിവാകരൻ കാണുകയാണ്. ധീരനായ ദിവാകരൻ നളിനിയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണീർ കണങ്ങളേറ്റ് ചുമന്നു തൊടുത്ത ആ മുഖം മഞ്ഞുകണങ്ങളാൽ തിളങ്ങുന്ന പനിനീർ പുഷ്പത്തോട് കവി ഉപമിച്ചിരിക്കുന്നു. അലങ്കാരം, ഉപമ, ഒന്നിനൊന്നുകൂടി സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. ഇത് വിശദമായിട്ട് എഴുതണം, ഞാൻ ചുരുക്കി പറയുന്നതേ ഉള്ളൂ, സമയം കൂടിപ്പോയി. ഏതായാലും ഒരു ഖണ്ഡികയോടങ്ങൾ പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ദിവാകരൻ്റെ സംഭാഷണം അടുത്ത ഒരു വീഡിയോയിലൂടെ ചെയ്യാം, കാരണം സമയം ദീർഘിച്ചു പോകുന്നു. ലാസ്റ്റ് ഈ കവി നമ്മളോട് പറയുന്ന കാര്യം: ആരതന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നോരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. ആരതെന്നുടനറിഞ്ഞു, അവൻ ഈ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് അവന് മനസ്സിലായി. ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ചപ്പോൾ അവന് മനസ്സിലായത് എങ്ങനെയെന്ന് ദിവാകരൻ പിന്നീട് പറയും. അവന് മനസ്സിലായി. അവന് കൗതുകം പാരമാർന്നു, അവന് വല്ലാത്തൊരു കൗതുകം. ഇതെങ്ങനെ ഇവളെങ്ങനെ ഇവിടെ വന്നു? അത് ഒരു വല്ലാത്ത കൗതുകം എന്ന് പറഞ്ഞാൽ വലിയ കൗതുകമാണ്. ഒന്ന് ഇവൾ കുട്ടിക്കാലത്ത് തന്നെ ലൗകിക ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചൊരു പെണ്ണ്. ദിവാകരൻ നളിനിയെക്കുറിച്ച് ഓർത്തിരുന്നുവെങ്കിൽ, ഓർത്തില്ല എന്നുള്ളത് സത്യം, അഥവാ എപ്പോഴെങ്കിലും ഓർത്തിരുന്നു എങ്കിൽ ദിവാകരൻ ഓർക്കുക ഇവളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് 3-4 മക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ ജീവിക്കുകയാവും എന്നായിരിക്കും ഓർക്കുക. ആ പെണ്ണ് ഒരു സന്യാസിയുടെ വേഷത്തിൽ, ഒരിക്കലും അവൾ ആഗ്രഹിക്കാത്ത ഒരു സന്യാസിനിയുടെ വേഷത്തിൽ വന്ന് നിൽക്കുന്നു. ആ കൗതുകം, വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വെച്ച് കണ്ട കൗതുകം, ഇങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ. അതാണ് പാരമാർന്ന കൗതുകം എന്ന് പറയുന്നത്, വർദ്ധിച്ച കൗതുകം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം. പഴയ കാലങ്ങൾ അവനോർത്തു. ദീർഘമായ എന്നൊക്കെയാണ് ഈ പുരാതനം അല്ലെങ്കിൽ പുരാഗതം എന്ന് പറഞ്ഞാൽ പഴയ സംഭവങ്ങൾ, പഴയ കാര്യങ്ങൾ, പുരാതനമായ പണ്ട് കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആഗതമായി പഴയ കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചലനചിത്രം പോലെ. നമ്മൾ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ആരെങ്കിലുമൊക്കെ കിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങൾക്കിപ്പോൾ ഒരു 10-15 വയസ്സായി അല്ലെങ്കിൽ 16 വയസ്സായെന്ന് വയ്ക്കുക, കിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് ഇട്ടുകൊണ്ട് പോയ അങ്കൻവാടിയിലെ ഷൂസോ ബാഗോ ഒക്കെ കാണുമ്പോൾ, കിളച്ച് മണ്ണിനടിയിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ അയ്യോ എന്ന് പറഞ്ഞിട്ടൊരു വെപ്രാളപ്പെട്ട് ഓർമ്മിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാകുന്നത് പോലെ, ഇവിടെ ഇതാ ദിവാകരന് വല്ലാത്ത കൗതുകമാണ്. അവൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ ആ പഴയ സംഭവങ്ങളൊക്കെ ഓർക്കുന്നത് പോലെ പഴയ സംഭവങ്ങൾ ഇങ്ങനെ ദിവാകരൻ്റെ മനസ്സിലേക്ക് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് കടന്നു വരുന്നു. ഇത് കണ്ട അവൻ ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നോരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നോ ദിവാകരൻ നളിനിയോട് സംസാരിച്ചത്, ആ വരിക്കൊക്കെ വല്ലാത്ത വലിയ അർത്ഥമുണ്ട്. കുട്ടിക്കാലത്ത് നളിനിയുടെ ഒരു കുസൃതിത്തര ഈ അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുള്ളതൊന്നല്ലാതെ നളിനിയുടെ ഒരു പ്രണയ സംഭാഷണത്തിനും ദിവാകരൻ ചെവി കൊടുത്തിരുന്നില്ല. അതൊരു കുട്ടിക്കളി പോലെ അവനങ്ങ് മാറ്റിയിട്ട് അവനങ്ങ് പോവും. അതുപോലെ ചാരു ശൈശവ കഥയ്ക്ക്, കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങൾക്ക് ചേരുന്ന വിധത്തിൽ ഒരു വാക്കരുളിനാൻ അവളോട് അവൻ സംസാരിച്ചു തുടങ്ങി. കനിഞ്ഞവൻ, വളരെ സൗമ്യനായി, ദയ എന്നുള്ളതല്ല, വളരെ കനിവോടെ എന്ന് പറഞ്ഞാൽ ആർദ്രമായിട്ട് ദിവാകരൻ നളിനിയോട് സംസാരിച്ചു തുടങ്ങി എന്നാണ്. നോക്കാം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നോരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി ആരാണെന്നറിഞ്ഞു. അവന് കൗതുകം തോന്നി, വല്ലാത്ത കൗതുകം, പാരമായ കൗതുകമുണ്ടായി. അവന് പഴയ സംഭവങ്ങളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. കുട്ടിക്കാലത്ത് ദിവാകരൻ നളിനിയെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണോ സംസാരിച്ചിരുന്നത്, അതുപോലെ തന്നെ അതേ രീതിയിൽ അവൻ ആ നളിനിയോട് സംസാരിച്ചു തുടങ്ങി എന്ന് പറയുകയാണ്.
അപ്പോൾ നമ്മൾ 6 പാരഗ്രാഫാണ് ഇന്ന് നോക്കിയത്, ഖണ്ഡികയാണ് നോക്കിയത്. 6 പദ്യങ്ങളാണ് കണ്ടത്. സമയം ഇപ്പോൾ 36 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ശ്ലോകങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് ശ്രദ്ധയോടെ കേൾക്കുക. നന്ദി, നമസ്കാരം.